എന്നില്ലേ ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ 6 മണി 6:30ക്കൊക്കെ എത്താറുള്ള അമ്മ ഇന്ന് 6:45 എത്തിയിട്ടില്ല. കൂടാണ്ട് തന്നെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ കപ്പിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് പൂങ്കുളത്തുള്ളതാണ് കേട്ടോ. നല്ല കിടിലൻ കേക്കാണ്. ബട്ട് അവർ 6:45 അവരെത്തിയിട്ടില്ല. 6 മണി മുതൽ ഞാൻ തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ബേക്ക് ചെയ്തിട്ടില്ലേ, ആകെ ഡൗട്ടായി. ഞാൻ 4 മണിക്ക് വിളിച്ച് അവരൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ ചേട്ടൻ കേട്ടോ, ഡെലിവറി ബോയ് ആൻഡ് ഇതിൻ്റെ കടയുടെ ഓണർ. മൊത്തത്തിൽ ആ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കിട്ടിയപ്പോൾ ഫുൾ കൺഫ്യൂഷൻ, ഞാൻ എന്ത് ചെയ്യുക ഈ കേക്കും കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആയിട്ടോ. ആ ചേട്ടൻ തിരിച്ചുപോയി. പക്ഷേ അമ്മ അപ്പോൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പോഴേക്കും ഞാൻ കേക്ക് ഫ്രിഡ്ജിലോട്ട് വേഗം വെച്ചു കൂട്ടാം. അമ്മ സർപ്രൈസ് ആയിട്ടുള്ള വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ടൈലിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തം ക്ലീൻ ചെയ്തു. എനിക്ക് അലർജിയും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഡസ്റ്റ് അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റൂല. എന്നാൽ പോലെ ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓൾറെഡി അതിൻ്റെ ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെയും ചേട്ടൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ ആയതുകൊണ്ട് അവരൊരു ട്രീറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത് അമ്മയ്ക്കറിയില്ല എന്താണെന്നൊക്കെ മിഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുട്ടീസെല്ലാം വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ അമ്മ അങ്ങനെ തട്ടിമുട്ടി ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചൂട് തണുപ്പ് പറയണ പോലെ എനിക്ക് തോന്നി. പക്ഷേ അതൊന്നല്ല, അമ്മ പെട്ടെന്ന് ഫ്രിഡ്ജ് എന്തോ അട്രാക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ആൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇത്രയും ഏജ് ആയില്ലേ, എനിക്ക് എന്തിനാ കേക്കൊക്കെ, എനിക്ക് കേക്കൊന്നും വേണ്ടായിരുന്നു, ആൾക്കാർ കണ്ണറിഞ്ഞ നാണക്കേടാണെന്ന്. അപ്പം ഇനി ആൾക്കാരെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് തന്നെ വീഡിയോ എടുത്തിട്ട് ഇടുവാണേ. അപ്പം പിന്നെ തീരെ കേക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, നമ്മളിങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കണോ, കേക്ക് കട്ട് ചെയ്യാൻ പോവല്ലേ എന്നൊക്കെ. അപ്പോൾ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നീ കട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ എന്തെന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ സമ്മതിച്ചു. ലാസ്റ്റ് ഇതായിരുന്നു കേക്ക്. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല ഓർഡർ ചെയ്തിട്ടുള്ളത്, വേറെ എന്തോ ഒരു അൽക്കുലത്ത് പേരാണ്, എനിക്ക് ആ പേര് അറിയില്ല. കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ അമ്മായിയുടെ മോനായിട്ടൊക്കെ തോന്നുന്നുണ്ടാവാം. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെയാണ്. ഞാൻ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടി അതിഗംഭീരമായി പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പാട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, സൗണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ മറ്റേ ബട്ടർ കപ്പിലേക്ക് വിളിക്കുന്ന സമയത്തുള്ള വോയിസൊക്കെ ഇതിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ കപ്പിൻ്റെ കേക്ക് കിടലാണ്, പക്ഷെ അവരിന്ന് നല്ല ഡിലേ ആയിപ്പോയിട്ടോ. അവർക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു സർപ്രൈസിങ് വീഡിയോ ആയിരുന്നു. കേക്ക് കട്ടിങ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അമ്മ. കാരണം ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല. എങ്ങനെ ഞാൻ ഇതാക്കുക, അങ്ങനെ കേക്ക് ഓർഡർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വാഭാവികം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.